വിഷ്ണു ദില്ലിയിൽ നിന്ന് ചേരുകയാണ് പാർലമെന്റിലെ വിവരങ്ങളുമായി. വിഷ്ണു, ഒരു മതേതര ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടേത്. അവിടെ ഒരു മതവിശ്വാസത്തെക്കുറിച്ച് മാത്രം പാർലമെന്റിൽ ഇങ്ങനെ എത്ര ദിവസം തുടർച്ചയായി ഇങ്ങനെ ചർച്ച ചെയ്യുന്നു? മറ്റു ജനകീയ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കാൻ സമ്മതിക്കുന്നില്ല. ഹരിദ്വാനിൽ ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം കത്തുന്നു ഇപ്പോഴും. അതിനെക്കുറിച്ച് മിണ്ടാൻ അനുമതിയില്ല. പകരം രാമക്ഷേത്രത്തെക്കുറിച്ച് മാത്രം പറയുന്നു. അതിനെതിരെ നിലപാട് സ്വീകരിച്ച് CPIM അംഗങ്ങൾ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങി വരുന്ന സാഹചര്യം. മറ്റു പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് സഭകളിൽ സംഭവിച്ചത്, ലോക്സഭയിലും രാജ്യസഭയിലും? മനു, ലോക്സഭയും രാജ്യസഭയും കഴിഞ്ഞ ദിവസം അവസാനിക്കാനിരുന്നതാണ്. പക്ഷേ ഇന്നത്തേക്ക് കൂടി നീട്ടി ആ ഒരു സമയം നീട്ടുകയായിരുന്നു. അത് പ്രത്യേകിച്ച് ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും അതോടൊപ്പം തന്നെ നിർമ്മാണത്തിലും വോട്ടെടുപ്പില്ലാത്ത ചർച്ച നടത്തുക എന്നത് മാത്രമാണ് കേന്ദ്രം ലക്ഷ്യം വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വോട്ടെടുപ്പില്ലാത്തൊരു ചർച്ച നടത്തുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ, അതായത് മോദി സർക്കാരിൻ്റെ അവസാനത്തെ സഭാ സമ്മേളനം കൂടിയാണത്. ആ സഭാ സമ്മേളനത്തിൽ വീണ്ടും അയോധ്യ ഒരു ചർച്ചയാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്തായാലും അതിനെതിരെ വലിയ തലത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇന്ന് രാവിലെ മുസ്ലിം ലീഗ് ഈ ഒരു ചർച്ചകൾക്ക് തന്നെ ബഹിഷ്കരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ചർച്ചകൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ന് ലോക്സഭയിൽ ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ്. അതോടൊപ്പം രാജ്യസഭയിലും ഇന്ന് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ ഇപ്പോൾ ധവളപത്രത്തിന്മേലുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ധവളപത്രത്തിന്മേലുള്ള ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഇടത് MP-മാരൊക്കെ തന്നെ ഈ രാജ്യസഭ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് MP അല്പം മുന്നേ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. അവിടെ കൃത്യമായിട്ടൊരു വിമർശനം ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ചത്, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ധവളപത്രമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് പേപ്പർ മാത്രമാണ്, തെരഞ്ഞെടുപ്പ് പത്രം മാത്രമാണ് അവതരിപ്പിച്ചത് എന്നൊരു കാര്യം കൃത്യമായി തന്നെ ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ കേരളത്തെക്കുറിച്ചുള്ള ധനമന്ത്രിയുടെ പരാമർശം അത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന പരാമർശം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം മൻമോഹൻ സിംഗിനെ വിമർശിച്ചവർ ആണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെ പുകഴ്ത്തി സംസാരിക്കുന്നു. അതോടൊപ്പം അന്ന് തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൻമോഹൻ സിംഗിനെതിരെ സംസാരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. എന്തായാലും ഇനി വരുന്ന ഘട്ടത്തിൽ മൻമോഹൻ സിംഗിനൊരു ഭാരതരത്ന നൽകി, സോണിയാഗാന്ധി ഭാരതരത്ന നൽകാതെ അവഗണിച്ച മൻമോഹൻ സിംഗിന് BJP ഭാരതരത്ന നൽകിയെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല, അതിൽ ആശ്ചര്യപ്പെടാനില്ല എന്നതായിരുന്നു ജോൺ ബ്രിട്ടാസ് MP ഇന്ന് രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടിയത്. അതിനുശേഷം ഇപ്പോൾ ഇടത് MP-മാർ സഭ ബഹിഷ്കരിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ MP-മാർ ചൂണ്ടിക്കാട്ടിയത്, മതപരമായ വിഷയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമെന്നതാണ് ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ മറ്റ് വോട്ട് ബാങ്ക് ഉണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യം, വർഗീയ വിഷയങ്ങൾ ഒരു സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് ഇപ്പോൾ കൃത്യമായി തന്നെ ഇടതുപക്ഷ MP-മാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതോടൊപ്പം A റഹീം ചൂണ്ടിക്കാട്ടിയത്, വീണ്ടും രാവനിൽ അഭയം പ്രാപിക്കുന്നത് BJPയുടെ ഭയം മൂലമാണ് എന്നൊരു കാര്യം കൂടി ഇപ്പോൾ A റഹീം MP ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് BJPയുടെ ഒരു കൃത്യമായിട്ടുള്ള അജണ്ട തന്നെയാണ് നമുക്കിന്ന് ലോക്സഭയിലും രാജ്യസഭയിലും കാണാൻ കഴിയുന്നത്. കാരണം അയോധ്യ പ്രാണപ്രതിഷ്ഠ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ ഉത്തരാഖണ്ഡിൽ വലിയ തലത്തിലുള്ള ഒരു കലാപം നടക്കുന്നുണ്ട്. അവിടെ മദ്രസ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കലാപം നടക്കുന്നത്. 5 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 100-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. മണിപ്പൂർ ഇപ്പോഴും ശാന്തമായിട്ടില്ല. ഇത്തരം വിഷയങ്ങളൊക്കെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതൊന്നും ചർച്ച ചെയ്യാതെയാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠ മാത്രം ഒരു സമ്മേളന രാഷ്ട്രീയം തന്നെയാണ് അവിടെ CPIM ചോദ്യം ചെയ്തതും സഭ ബഹിഷ്കരിച്ച് ഇടത് MP-മാർ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തത്. വിവരങ്ങളാണ് വിഷ്ണു ദില്ലിയിൽ നിന്ന് നൽകിയത്.